There are so many fields all around the place. Error detection. ഇവിടെ തെറ്റ് ഏത് ഭാഗത്താണെന്നാണ് കണ്ടെത്തേണ്ടത്. മെനി ഫിൽത്ത് എന്ന് പറയുന്ന ഈ ഭാഗത്താണ് എറർ ഉള്ളത്. കാരണം ഫിൽത്ത് മാലിന്യം എന്നുള്ളത് ഇംഗ്ലീഷില് അൺകൗണ്ടബിൾ നൗൺ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അൺകൗണ്ടബിൾ നൗൺ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. SSC എക്സാമിനേഷനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള അൺകൗണ്ടബിൾ നൗൺസ് ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണണം. ഓക്കെ, തൊട്ട് മുൻപത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിൽത്ത് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് മെനി അല്ല മച്ച് ആണ്. ഓക്കെ, അൺകൗണ്ടബിൾ നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് മെനി അല്ല മച്ച് ആണ്. മച്ച് വാട്ടർ എന്ന് നമുക്ക് പറയാം. മച്ച് വാട്ടർ എന്ന് നമുക്ക് പറയാം. കാരണം വാട്ടർ എന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ ആണ് വാട്ടർ. വാട്ടറിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്. ഓക്കെ, അഡ്ജക്റ്റീവ് മച്ച് ആണ്, മെനി അല്ല. ഓക്കെ, മച്ച് വാട്ടർ ശരിയായിട്ടുള്ളതാണ്. കാരണം വാട്ടർ അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് മച്ച് ആണ്. മെനി വാട്ടർ എന്ന് നമുക്ക് പറയാമോ? മെനി വാട്ടർ എന്ന് പറയാൻ കഴിയില്ല. കാരണം മെനി എന്നത് കൗണ്ടബിൾ നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ മെനി നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. വാട്ടർ അൺകൗണ്ടബിൾ നൗൺ ആണെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഫിൽത്ത് എന്ന് പറയുന്നതും അൺകൗണ്ടബിൾ നൗൺ ആണ്. മാലിന്യം എന്ന് പറയുന്നത് അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിനെ വിശേഷിപ്പിക്കാൻ മച്ച് എന്ന അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യേണ്ടത്, മെനി അല്ല. ഈ ഭാഗം ഒന്നാമത്തെ ഭാഗത്താണ് ഈ സെന്റൻസിൽ എറർ ഉള്ളത്.